ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജസ്റ്റ് തഷിക്. ഇൻറ്റേൺഷിപ്പിൽ ആകെയുള്ളൊരു ലീവ് എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോവാം. തൃശ്ശൂർ തന്നെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനായി. ഞാൻ ആദ്യമായിട്ടാണ് ബസ്സിൽ ഇങ്ങനെ ഡോളൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നത് കാണുന്നത്. ഒരു അനബൽ അല്ലെങ്കിൽ ഒരു കോൺജറിങ് ഫീലൊക്കെ എനിക്ക് അടിച്ചു. ഭയങ്കര ഒരു ഹൊറിഫിക് ഫീലായിരുന്നു ഇങ്ങനെ ഡോൾ ഇടുന്നത്. ശരി, ഇനി പുറത്തത്തെ കാഴ്ചകൾ കാണാനായി. ബസ്സിൽ തിരക്കേ ഉണ്ടായിരുന്നില്ല. അതൊരു നല്ലൊരു ആശ്വാസമായിരുന്നു. ഒരു വളരെ ആവശ്യമുള്ളൊരു സൺഡേ ആണത്. റിലാക്സ് ചെയ്ത് ഒന്നിനെക്കുറിച്ചും പ്രത്യേകിച്ച് ചിന്തിക്കാതെ. പിന്നെ ഇത് കുന്നംകുളം ബസ് സ്റ്റാൻഡ് ആട്ടോ. അത്യാവശ്യം നല്ല ഹൈടെക് ആയിട്ടുള്ള കുറേ പച്ചപ്പൊക്കെ ഉള്ളൊരു വളരെ വിശാലമായ ഒരു ബസ് സ്റ്റാൻഡ്. നിരഞ്ജൻ എൻ്റെ കയ്യിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുന്നംകുളം ബസ് സ്റ്റാൻഡ് ശരിക്കും നൈസാണ്, നീ വേണമെങ്കിൽ വ്ളോഗ് എടുത്തോന്ന്. നിരഞ്ജനെയാണ് എന്നെ റിമൈൻഡ് ചെയ്തത്. നല്ല അത്യാവശ്യം വൃത്തിയും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയുമ്പോൾ നല്ല സ്മെല്ലുള്ള, നമുക്ക് പോകാനൊന്നും അത്ര താല്പര്യം ഉണ്ടാവില്ല അല്ലേ. പക്ഷേ ഇവിടെ ഭയങ്കര വിശാലമായിട്ട് നല്ല വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കത് നല്ല ഇഷ്ടമായി. നീരു പറഞ്ഞത് സത്യമാണ്. ഇത് തൃശ്ശൂരിൽ നിന്ന് നിങ്ങൾക്ക് കാണാം. പിന്നെ അവരുടെ ഒരു ഡിസൈനിങ്ങും ബസ് സ്റ്റാൻഡ് കിട്ടിയിട്ടുള്ള ഒരു ഇതൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. ഹനൻ്റെ ഉപ്പയാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അതുവരെ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ ചുറ്റിക്കാണായിരുന്നു. അവിടെ കുറേ കടകൾ, അത്യാവശ്യം കടകളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോസ്റ്റലത്തെ ഫുഡ് നമ്മൾ 8 മണിക്കാണ് എടുക്കേണ്ടത്. അത് എടുക്കാൻ മറന്നു, അതുകൊണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ്. പിന്നെ ശരി, ഇനി ഡയറക്റ്റ് ഹനൻ്റെ ഉമ്മാൻ്റെ അടിപൊളി ബിരിയാണി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്നൊന്നും മേടിച്ചില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ വിശന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു അവിടെ, ഞാനും നീരവും. അപ്പോൾ നിങ്ങൾക്ക് ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഉള്ളിൽ തന്നെ ഇങ്ങനെ ചെടിയൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാർ ഇരിക്കുന്നവിടത്താണെങ്കിലും നല്ല കുറച്ച് സ്പേസ് ഒക്കെ വിട്ടിട്ടാണ് അവർ ഉണ്ടാക്കിയത്. അതിൽ നോക്കാം, ഐ ലവ് കുന്നംകുളം എന്ന് എഴുതിയിട്ടുണ്ട്. തൃശ്ശൂരുകാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക. നിങ്ങൾക്ക് കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ നല്ല അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഫുൾ ബസ് സ്റ്റാൻഡ് ഇങ്ങനെ നടന്ന് കാണാനുള്ള സമയം ഉണ്ടായിരുന്നു. ഹനൻ്റെ ഉപ്പ വരുന്നവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. കാത്തിരുന്ന് അവസാനം ഹനൻ്റെ ഉപ്പ വന്നു. ഹനൻ്റെ വീട്ടിലേക്ക് ഇവിടെ നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ പിടിച്ചൊക്കെ നല്ല ചാർജ് ആവും. അപ്പോൾ ഹനൻ്റെ ഉപ്പേനെ വിളിക്കാൻ വന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ. എനിക്ക് സ്റ്റാർട്ടിങ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൊള്ളാം അല്ലേ. ഇവരുടെ ശരിക്കും ഒരു കുന്നംകുളം, ഒരു കുന്നിൻ്റെ മേലേക്കുള്ള ഒരു ഇതുപോലെ നീരു ഭയങ്കര ആസ്വദിച്ച് ഇരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ഹനൻ്റെ വീട്ടിലെത്തി. ഞാനും നീരും ഭയങ്കര വിശപ്പിലായിരുന്നു. അപ്പോൾ വീടെത്തിയതും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. ഹന പറഞ്ഞിട്ടുള്ളത് ഇവൻ്റെ വീട്ടിലൊരു മിനി സൂ തന്നെ ഉണ്ട് എന്നാണ്. സൈഡിൽ കാണാൻ, അതിൻ്റെ ഉള്ളിലൊരു പക്ഷിക്കൂടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി തന്നെ എടുക്കുന്നുണ്ട്. കയറിയ ഉടനെ ഹനൻ്റെ ഉമ്മ നമുക്ക് ചിക്കൻ സൂപ്പ് തന്നു. വെറും ചിക്കൻ സൂപ്പല്ല, ഹോട്ട് ആൻഡ് സോറ്. പിന്നെ അവൻ്റെ ഒരു ടേബിളിൽ തന്നെ ഒരു കുഞ്ഞ് മീനിൻ്റെ ഒരു ബൗളുണ്ട്. അതിൽ ഒരൊറ്റ മീനുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു കിഡു സൂപ്പായിരുന്നു. വിശന്ന് വന്നാൽ നമ്മൾക്ക് രാവിലെ ഒന്നും ഫുഡ് കഴിക്കാതെ നമുക്കതൊരു വലിയൊരു കിട്ടൽ തന്നെയായിരുന്നു. മാത്രമല്ല നല്ല ടേസ്റ്റും കൂടി ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ടല്ലോ. സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മെയിൻ ഫുഡിലോട്ടെത്തി. ഉമ്മ പറഞ്ഞത് രാവിലെ ഫുഡ് കഴിക്കാത്ത നന്നായി, അതാവുമ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് നന്നായി കഴിക്കുമല്ലോ എന്നാണ്. വളരെ സത്യമായിരുന്നു. പിന്നെ ഇതിങ്ങനെ മെല്ലെ ഓപ്പൺ ചെയ്ത് സ്പെഷ്യൽ ബിരിയാണിയാണ്. കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റില്ലേ. അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ല, കാണുമ്പോൾ തന്നെ നമ്മളങ്ങനെ വീണുപോയി. പിന്നെ ഇതൊരു പഴവും നട്ട്സും തേങ്ങയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു മധുരം എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിക്കാണ്. ഉമ്മ അങ്ങനെ പറഞ്ഞുതരായിരുന്നു അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചെന്നാണ്. ഞങ്ങൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു ഞങ്ങളൊന്നും രാവിലെ കഴിച്ചിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഉമ്മ പെട്ടെന്ന് തന്നെ വിളമ്പി തന്നു. നമ്മൾ മടിച്ചു നിന്നിട്ടില്ലെങ്കിലും കാര്യമല്ലല്ലോ, ഉള്ളതുപോലെ പറയണ്ടേ. എനിക്കാണെങ്കിൽ വിശന്നാൽ പിന്നെ ഭയങ്കര സീനാണ്, കയ്യും കാലൊക്കെ കുഴയും. പാലക്കാട് ബിരിയാണി ഇങ്ങനെയല്ലേ, പാലക്കാട് ബിരിയാണി വേറെ തന്നെയാണ്. ഇതൊരു ദം ബിരിയാണി ഒരു മോഡലാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പിന്നെ മിനി സൂ ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഹനൻ്റെ അനിയത്തിയാണ്. ഇവരുടെ ബാക്കിലും കോഴിയൊക്കെ ഉണ്ട്. പിന്നെ വീട്ടിൽ ഓൾറെഡി ഇവർ 2 പൂച്ച വളർത്തുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കയറുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കിളിക്കൂട്. കുറച്ച് വലിയ നല്ലൊരു സെറ്റപ്പ് കിളിക്കൂടാണ്. അവർ ഫുൾ നല്ല പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് അവർക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കിളിക്കൂട് പോലെ എനിക്ക് തോന്നി. ഇതൊക്കെ ഹനൻ്റെ ഉപ്പ് എടുത്തുന്ന ക്ലിപ്സാണ്. ഞാനിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടേ ഇല്ല, എനിക്ക് നല്ല പേടിയാണ്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ കയറി അവരെന്നെ ഈ ക്ലിപ്സൊക്കെ എനിക്ക് ചാനലിൽ ഇടാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ എടുത്തുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും കുറച്ചധികം കിളികളുണ്ട്. മാഷാ അല്ലാഹ്, കുറച്ചധികം കിളികളുണ്ട്. അപ്പോൾ ഇവർക്ക് തീറ്റ ഉണ്ട്. അങ്ങനെ ഫുൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത്. കുറച്ച് നല്ല പാടാണ് ഇതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ, നല്ല പാടാണ്, നല്ല ക്ഷമ വേണം. പിന്നെ അതിന് അപ്പുറം ഇഷ്ടം വേണം.
ആ ഒരു ക്രേസ് അല്ലെങ്കിൽ ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് കിളികളും പൂച്ചയും ഇതൊക്കെ വളർത്താൻ നല്ല രസമായിരിക്കും, എൻജോയ് ചെയ്തിട്ട് ചെയ്യാം. എൻ്റെ വീട്ടിൽ പേഴ്സണലി ഉമ്മ അങ്ങനെ കിളിയും പൂച്ചയും ഒന്നും വളർത്താൻ സമ്മതിക്കില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആരുമില്ല. പിന്നെ ഇതാ കിളി മുട്ടയിട്ടതൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തതല്ല, ഇതൊക്കെ ഉപ്പ് എടുത്ത് തന്നെയാണ്. ഇത് അതിനൊരു കുഞ്ഞ് പ്ലേസ് റൈറ്റ് സൈഡായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ ഇറങ്ങിയതും അവിടെ താഴെ മീനും ഉണ്ട്. ഇവർ നല്ല പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ. ഇത് ശരിക്കും നല്ല പണിയുണ്ട്. നമ്മളിത് വൃത്തിയാക്കുക, അവർക്ക് തീറ്റ കൊടുക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു കുഞ്ഞു പണിയൊന്നും അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കിളിയൊക്കെ കണ്ടു കഴിഞ്ഞു. പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കാണാൻ പറ്റും ഇവരെങ്ങനെ പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കുന്നതെന്നുള്ളത്. അവർക്ക് പ്രത്യേകതരമായിട്ടുള്ളൊരു തീറ്റ തന്നെ ഉണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവർ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കൊടുക്കുന്നുണ്ട് ഫുഡ് എന്ന് പറഞ്ഞു. നല്ല കാണാൻ ഡ്രസ്സുള്ള ക്യൂട്ട് പൂച്ചകളായിരുന്നു. ഇതാണ് പ്യുവർ പെറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് തീറ്റ കൊടുക്കുന്നതെന്നൊക്കെ ഉപ്പ കാണിച്ചു തരാണ്. ഇതിൻ്റെ ഒരു ഓവറോൾ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉപ്പ തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പൂച്ചയും ഇതൊക്കെ നല്ല പേടിയാണ്. ചെറുപ്പത്തിൽ തന്നെ ഒരു പൂച്ച മാന്തിയത്, അതിന് ശേഷം ഒരു പേടിയുണ്ട്. നിരഞ്ജന ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞതും ഇതൊക്കെ കാണുന്നതുകൊണ്ട് ചാടി. എൻ്റെ വയറ് ഫുള്ളായിട്ട് നടക്കാനൊന്നും വയ്യായിരുന്നു. പക്ഷെ എന്നാലും ഇതൊക്കെ കാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിയതാണ്. ഇത് കഴിഞ്ഞിട്ട് ബീച്ചിക്കും പിന്നെ കമലാസുരയ്യൻ്റെ സ്മാരകം അവിടേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചതും ഇത് ഫുള്ള് ചുറ്റിക്കാണാന്നുള്ളത് കൊണ്ട് ഞാൻ ഇറങ്ങി. പിന്നെ ഇതാണ് ഒരു ഫ്രണ്ടിലുള്ള ഇതെന്ന് പറയുന്നത്. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ വെറൈറ്റി ചെടികളുണ്ട്. പിന്നെ അത് അവർ അവിടെ ഇങ്ങനെ കുറേ കുഞ്ഞു ചെടിയായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിലോട്ട് പോകാമെന്ന് പറഞ്ഞു. ബാക്കിലാണ് കോഴി അതൊക്കെ ഉള്ളത്. പിന്നെ ഇഷ്ടം പോലെ വേറെ വാഴ, തെങ്ങ്, അങ്ങനെ വേറെ മരങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിലോട്ട് പോയി നോക്കാം. വീടിന് ചുറ്റും കുറേ മരങ്ങളും പച്ചപ്പൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, വാഴ, പിന്നെ തെങ്ങ്, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇതാണ് കോഴിക്കൂട്, കുറച്ച് വലുതാണ്. ഇവർ ഇവിടെ നിന്ന് മുട്ടയെടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കോഴീനെയും പേടിയാണ്. നല്ല അടിപൊളി നാടൻ കോഴിമുട്ടയൊക്കെ കിട്ടും ഇവർക്ക്. ഞാൻ ചെറുതായിരിക്കുമ്പോൾ ഒരു 4th പഠിക്കുന്ന സമയത്ത് മാമാൻ്റെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു. അങ്ങനെ അവർ കോഴി പിടിക്കുന്ന മുട്ടയിടുന്ന അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കോഴീനെ കൊണ്ടുവരാൻ എനിക്ക് നല്ല പേടിയാണ്. കോഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. കോഴി വിചാരിച്ച് ഇതൊക്കെ ഇവിടെ ഇതിന്റെ കോഴിയാണ്. ഇവര് കൂട്ടിന്റെ ഉള്ളിൽ കയറും. അവിടെ വൃത്തിയില്ലാതാ ചെറിയ കോഴികളാ. ഇതൊക്കെ ഇവരുടെ ബാക്കിൽ കുറച്ച് പറമ്പാണ്. ഇവിടെ കുറെ മരങ്ങളുണ്ട്. പപ്പായ ഉണ്ട് തോന്നുന്നുണ്ട്, തെങ്ങുണ്ട്, മാങ്ങയോ. പിന്നെ അവിടെ കോഴി, 2 കോഴിക്കൂടുണ്ട്. കാടില്ല. പിന്നെ ഇവിടെ ഉള്ള കോഴികൾ തന്നെയാണ് ഇവിടെ. ഇതാണ് കോഴിത്തീറ്റ. ഇവിടെയാണുള്ളത് കോഴികള്. ഇവിടെ തീറ്റ കൊടുക്കുന്ന നിങ്ങൾക്ക് കാണാം. പുറത്ത് വരാം. എനിക്ക് പേടിയാണത്. ഇത് കൊത്തുവോ? അവർക്ക് ഈ കോഴികൾക്ക് നാണോ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ ഒരു കോഴി ഉള്ളത്. മുട്ടയിടാനിരിക്കാണ്. ഇതിപ്പോ മുട്ട ഇട്ടതാ. ഡെയിലി എത്ര മുട്ട കിട്ടും? ചിലപ്പോ 5, ചിലപ്പോ 6. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള. പൂച്ചന്റെ പേരെന്താണ്? മിട്ടു. നമ്മള് കോഴിമുട്ടകളുമായി തിരികെ പോകണേ. ഓർഗാനിക് ലൈഫാണ് ഇവർ ലീഡ് ചെയ്യുന്നത് കുന്നംകുളത്ത്. ഉച്ചക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചതും പോരാതെ ഉമ്മ ഞങ്ങൾക്ക് ടിഫിനിലാക്കി തന്നു. കുറച്ചൊന്നുമല്ല, കുറച്ച് അധികം ആക്കി തന്നു. എനിക്ക് നീരൂക്കും. ഹോസ്റ്റലിൽ രാത്രി ഞായറാഴ്ച എപ്പോഴും കഞ്ഞിയാണ്. അപ്പോൾ ആ സങ്കടം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി ആക്കി തന്നു. അപ്പോൾ ഡബിൾ ഹാപ്പിയായി. ഇത് ഹാനൻ്റെ അവാർഡ്സൊക്കെയാണ്. +2 ഫുൾ A+, 10th ഫുൾ A+. ഹാനൻ്റെ മാത്രമല്ല, ഹാനൻ്റെ അനിയത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഫുഡ് കഴിച്ചു, വീടൊക്കെ കാണിച്ചു തന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ
പാടത്തിലൊരു അടിപൊളി ചായക്കട ഉണ്ടെന്ന് പറഞ്ഞു ഹനൻ്റെ ഉപ്പ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് അവിടെ കാണുന്നതാണ് ചായക്കട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇവരിങ്ങനെ സ്ഥിരം വൈബാക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ്. നമ്മൾ ഒരു ചെറിയ കുഞ്ഞു വഴി കൂടെ ഉള്ളിൽ പോയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലേസ് എത്തിയിട്ടുള്ളത്. പാടം കാണാൻ നല്ല രസമല്ലേ. പിന്നെ മഴക്കാലം കൂടിയല്ല, അപ്പോൾ അതിൻ്റെ ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചായക്കട എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. പൊതുവേ നമ്മൾ വൈബുള്ളൊരു ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ വൈബുള്ളൊരു പാരൻസിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവർ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ചായ കുടിക്കലുണ്ട്, ഇവിടെ പാടത്തിൻ്റെ അടുത്ത് നല്ല വൈബാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവിടെ ഇവർക്ക് എല്ലാ തരത്തിലുള്ള സ്ഥലങ്ങളും ഒക്കെ നല്ല രീതിക്ക് അറിയണ്ടായിരുന്നു. ഞാൻ ആ ദിവസം നല്ല ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ വിചാരിക്കാത്തതിനേക്കാളും കുറേ കാര്യങ്ങൾ ആ ദിവസം സംഭവിച്ചു. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നു പോകുന്നു അങ്ങനെയായിരുന്നു. പക്ഷെ ഇവരെന്നെ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടുപോയി. ഇത് ഈ പാടത്തു നിന്ന് തന്നെ പിടിച്ച മീനാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ചളി അതൊക്കെ കാണാൻ പറ്റും. ഈ പയ്യൻ പിടിച്ചതാണ്. നീരും ഇങ്ങനെ കുറേ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ കട്ടൻ ചായ എത്തി. ഞാൻ ചായ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് പാൽ ചായ ആയിരിക്കും. അങ്ങനെ ഞാൻ കോഫിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ കട്ടൻ ചായ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ കട്ടൻ ചായ എന്നെ പറയുള്ളൂ. നീര് കുറച്ച് എസ്തെറ്റിക് വൈബ്സ് ഉള്ള ഫോട്ടോസ് എടുക്കുകയാണ്. എൻ്റെ കോഫി വന്നിരിക്കുകയാണ്. ഫാമിലീൻ്റെ ഒപ്പമോ ഫ്രണ്ട്സിൻ്റെ ഒപ്പമോ നല്ല രീതിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. പിള്ളേർ ഫുൾ വൈബാക്കൽ, അവർ ഫുൾ വെള്ളത്തിൽ കളിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇറങ്ങി. പിന്നെ പോയിട്ടുള്ളത് കമലാസുരയുടെ സ്മാരകത്തിലാണ്. അത് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഫുൾ വ്ളോഗ് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടൊക്കെ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കാം. അതിനുള്ളിൽ പോയാൽ നിങ്ങൾക്ക് മാധവിക്കുട്ടി ഉപയോഗിച്ച ഫേർണിച്ചേഴ്സ്, ഫ്രിഡ്ജ്, ഡൈനിങ് ടേബിൾ, ബെഡ്, പിന്നെ അവർക്ക് കിട്ടിയ കുറച്ച് അവാർഡ്സൊക്കെ ഉണ്ട്. പിന്നെ അവൻ്റെ പുസ്തകങ്ങളുടെ ഒരു കളക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവർ കുറേ ആൾക്കാരൊപ്പം എടുത്ത ഫോട്ടോസൊക്കെ അവിടെ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കാം. ബീച്ച് മന്നലാംകുന്ന് ബീച്ചിൻ്റെ ഡീറ്റെയിൽ വ്ളോഗ് ഞാൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ജസ്റ്റ് ചില ക്ലിപ്സ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഹനൻ്റെ വേറെ ഫാമിലി അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഈവനിങ് ആയിരുന്നു. മച്ച് നീഡഡ് സൺഡേ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ബസ്റ്റർ സൺഡേ എന്നൊക്കെ പറയില്ലേ, അതിതാണ്. വളരെ പ്രകൃതിയോടടുത്ത് ഒരു ബീച്ചൊക്കെ പോയി നല്ല റിലാക്സ് ആയിരുന്നു. ഹനൻ്റെ ഫാമിലിയാണ്, കുട്ടികളെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഒരു കുഞ്ഞൊരു ഫുട്ബോൾ പോലെ കളിക്കായിരുന്നു. സോ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ എൻ്റെ വേറെ തന്നെ വ്ളോഗിലുണ്ട്, അത് കാണാൻ മറക്കരുത്.